Good morning, dear children. Welcome to science class. In the previous class, we learned about some two types of rocks. Which are they? Igneous rocks and sedimentary rocks. Now we are going through the metamorphic rocks. Okay. Metamorphic rocks. What is metamorphic rocks? Okay. Metamorphic rocks is the result of the transformation of an existing rock in a process called metamorphism. What is metamorphism? Metamorphic rock is the result of the transformation of an existing rock in a process called metamorphism. മെറ്റമോർഫിസം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലൂടെ മുമ്പുണ്ടായിരുന്ന റോക്കിന് ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ മെറ്റമോർഫിക് റോക്കായി മാറുന്നതിനെയാണ് മെറ്റമോർഫിസം എന്ന് പറയാം. മനസ്സിലായോ? അതായത് മെറ്റമോർഫിസം എന്ന പ്രോസസ്സിലൂടെ പണ്ടുണ്ടായിരുന്ന റോക്ക് വേറൊരു റോക്കായിട്ട് മാറും. അതിനെയാണ് മെറ്റമോർഫിസം എന്ന് പറയുന്നത്. ഓക്കെ, മെറ്റമോർഫിക് റോക്ക് is a result of the transformation of an existing rock in a process called metamorphism. Most metamorphic rocks were once either igneous or sedimentary rocks. ഈ മെറ്റമോർഫിക് റോക്ക് എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒന്നെങ്കിൽ ഇഗ്നിയസ് റോക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ സെഡിമെന്ററി റോക്ക് ആയിരിക്കാം. ഈ ഇഗ്നിയസ് റോക്കിനോ സെഡിമെന്ററി റോക്കിനോ മെറ്റമോർഫിസം സംഭവിച്ചിട്ടാണ് മെറ്റമോർഫിക് റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, in some rocks the minerals are broken into smaller ones, while in some others minerals are structured into flat particles. ചില റോക്സിൽ മിനറൽസ് എങ്ങനെയായിരിക്കും? സ്മോളർ വൺസ് ആയിരിക്കും. ബട്ട് ഇൻ സം അതേഴ്സ് മിനറൽസ് ആർ ഇൻ ഫ്ലാറ്റ് പാർട്ടിക്കിൾസ്. ഫ്ലാറ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് കൊണ്ടാണ് ചില റോക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ മെറ്റമോർഫിക് റോക്സ് ഏതൊക്കെയാന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ ഈസ് സ്ലേറ്റ്. It is formed from shale. Shale നിന്നാണ് സ്ലേറ്റ് ഉണ്ടാകുന്നത്. Shale is a sedimentary rock. Shale is a sedimentary rock. Sedimentary rock ആയ ഷെയിലിൽ നിന്നാണ് സ്ലേറ്റ് ഉണ്ടാകുന്നത്. It breaks into 3 layers. It is used to make slates and blackboard. സ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്? നമ്മൾ ഉപയോഗിക്കുന്ന സ്ലേറ്റ്സും അതേപോലെ ബ്ലാക്ക് ബോർഡ്സും ഒക്കെ സ്ലേറ്റ് എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക് ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നീസ്. It is formed from granite. Granite is a igneous rock. From the granite, gneiss is formed. It has light and dark bands. Okay, next one is marble. The limestone changes into marble. Limestone is a sedimentary rock and that limestone changes into marble. Marble എന്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്? ലൈംസ്റ്റോണിൽ നിന്നാണ് മാർബിൾ ഉണ്ടാവുന്നത്. Okay, next one is quartzite. That is formed from sandstone. Sandstone is a sedimentary rock. ആയ സാൻഡ്സ്റ്റോണിൽ നിന്നാണ് ക്വാർട്സൈറ്റ് എന്ന് പറയുന്ന മെറ്റമോർഫിക് റോക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് വെരി ഹാർഡ്, യൂസ്ഡ് ഫോർ മേക്കിംഗ് സ്റ്റാച്യൂസ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മിനറൽസ്. മെറ്റാലിക് ആൻഡ് നോൺ മെറ്റാലിക് minerals. Metallic minerals. Some useful metals can be profitably obtained from metallic minerals called ores. Metals എന്ന് കേട്ടിട്ടില്ലേ? മെറ്റൽസ് എന്ന് പറഞ്ഞാൽ ലോഹങ്ങൾ. ഈ ലോഹങ്ങൾ ഉണ്ടായിരിക്കുന്നത് മിനറൽസ് ആയ ഓർസ് എന്ന് പറഞ്ഞാൽ എന്താ? അയിര്. ലോഹങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അയിരുകളിൽ നിന്നാണ്. അതായത് മെറ്റൽസ് ആർ ഫോംഡ് ഫ്രം ഓർസ്.
ores. Okay. Example, hematite, bauxite, pyrite, and calamine. These are the ores of iron, aluminum, copper, and zinc. അയൺ, അലൂമിനിയം, കോപ്പർ ആൻഡ് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽസിന്റെ ഓറുകളാണ് ഹെമറ്റൈറ്റും ബോക്സൈറ്റും പൈറൈറ്റും കാലമൈനും. ഓക്കെ, ഹെമറ്റൈറ്റ് is the ore of iron, bauxite is the ore of aluminum, pyrite is the ore of copper, and calamine is the ore of zinc. From this source we are getting the metals. Okay, these materials are used for making utensils, machines, furniture, wires, coins, coaches of train and aeroplane. ഈ മെറ്റൽസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഫർണിച്ചറും മെഷീൻസും വയേഴ്സും കോയിൻസും ഒക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോൺ മെറ്റാലിക് മിനറൽസ്. നോൺ മെറ്റാലിക് മിനറൽസ്. Fossil fuels such as coal and petroleum are valuable underground resources. കോൾ എന്ന് പറഞ്ഞാൽ എന്താ? കൽക്കരി. കൽക്കരിയും പെട്രോളിയം ഒക്കെ എന്താ? ഭൂമിക്കടിയിൽ നിന്നും കിട്ടുന്ന റിസോഴ്സസ് ആണ്, അല്ലേ? കോൾ ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് വാല്യുബിൾ മിനറൽ ദാറ്റ് is stored in the earth. ഭൂമിക്കുള്ളിലുള്ള ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു മിനറൽ ആണ് കോൾ എന്ന് പറയുന്നത്, കൽക്കരി. Coal mines in India. Which are the coal mines in India? That is Singrauli. Singrauli is a coal mine. കൽക്കരി ഖനികൾ, കൽക്കരി കുഴിച്ചെടുക്കുന്ന സ്ഥലം, അതാണ് കോൾ മൈൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് സിംഗ്രൗളി. സിംഗ്രൗളി ഈസ് ഇൻ മധ്യപ്രദേശ്. സിംഗ്രൗളി ഈസ് ഇൻ മധ്യപ്രദേശ്. സെക്കൻഡ് വൺ ഈസ് താൽച്ചർ. താൽച്ചർ ഇൻ ഒഡീഷ. താൽച്ചർ ഇൻ ഒഡീഷ. റാണിഗഞ്ച് ഇൻ വെസ്റ്റ് ബംഗാൾ. റാണിഗഞ്ച് ഇൻ West Bengal, Neyveli in Tamil Nadu, and Singareni in Telangana. Singareni in Telangana. These are the coal mines in major coal mines in India. Okay. What is coal used for? Coal is used as a fuel. Coal ഒരു ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. Coal is used as a fuel for cooking, for heating homes and buildings, for producing electricity in power plants and in blast furnaces in the steel industry. Coal is used as a fuel. Okay. Petroleum is formed from the dead remains of ancient land and sea creatures. അതായത് പണ്ട് നശിച്ചു പോയ ജീവികളുടെ അവശിഷ്ടങ്ങൾ മണ്ണടിഞ്ഞിട്ടാണ് എന്ത് പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. Petroleum is also known as black gold, liquid sunlight, rock oil, etc. പെട്രോളിയം അറിയപ്പെടുന്ന പേരുകൾ എന്തൊക്കെയാണ്? ബ്ലാക്ക് ഗോൾഡ് എന്നും ലിക്വിഡ് സൺലൈറ്റ് എന്നും റോക്ക് ഓയിൽ എന്നും അറിയപ്പെടുന്നത് എന്താണ്? യെസ്, പെട്രോളിയം. പെട്രോളിയം ഈസ് നോൺ ആസ് ബ്ലാക്ക് ഗോൾഡ്, ലിക്വിഡ് സൺലൈറ്റ് ആൻഡ് റോക്ക് ഓയിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ. പെട്രോളിയം ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം അങ്കലേശ്വർ, ഗുജറാത്ത്. അതായത് പെട്രോളിയം കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ്? അങ്കലേശ്വർ, ദാറ്റ് ഇസ് ഇൻ Gujarat. Then Tikboy in Assam. Tikboy in Assam. Next one is Mumbai High. Mumbai High. ഇവിടെ നിന്നാണ് നമ്മൾ പെട്രോളിയം നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ, യൂസസ് ഓഫ് പെട്രോളിയം. വാട്ട് ആർ ദ യൂസസ് ഓഫ് പെട്രോളിയം? പെട്രോളിയത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പെട്രോളിയം ഈസ് യൂസ്ഡ് ആസ് എ ഫ്യൂൽ ഫോർ ഡ്രൈ ക്ലീനിങ്, മേക്കിംഗ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പ്രിന്റിംഗ് ഇങ്ക് ആൻഡ് മെഡിസിൻസ്. പെട്രോളിയത്തിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഇറ്റ് യൂസ്ഡ് ആസ് എ ഫ്യൂവൽ, ദെൻ ഫോർ ഡ്രൈ ക്ലീനിങ്, മേക്കിംഗ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, പ്രിന്റിംഗ് ഇങ്ക് ആൻഡ് മെഡിസിൻ. ഓക്കെ, പാരഫിൻ വാക്സ് obtained from it is used to make candles, waterproof cartons and polish. അതായത് പെട്രോളിയം പ്രൊഡക്റ്റ് ആയ പാരഫിൻ വാക്സ് നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്? കാൻഡിൽസ് ഉണ്ടാക്കാനും വാട്ടർ പ്രൂഫ് കാർട്ടൻസ് ഉണ്ടാക്കാനും പോളിഷ് ഉണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, there is a quote that is, the earth has enough for everybody's need but not enough for everybody's greed. Who said these words? Mahatma Gandhi said these words. അതായത് എർത്തിൽ എല്ലാവരുടെയും ആവശ്യങ്ങൾക്കുള്ളതുണ്ട്, പക്ഷേ എന്താണ്? അത്യാഗ്രഹത്തിനുള്ളത് ഭൂമിയിലില്ല. മനസ്സിലായി?
We must conserve our natural resources. We have to conserve our natural resources. To save fuel at home, we must keep our stoves and machines in good condition. സ്റ്റൗവും മെഷീനൊക്കെ എങ്ങനെയായിരിക്കണം? ഗുഡ് കണ്ടീഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്യൂവൽ ലോസ്റ്റ് ആവും. ഓക്കെ, we should use coal and oil very carefully and wisely. We should use coal and oil very carefully and wisely. We should also use inexhaustible sources of energy like sun, wind and water. അതായത് സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ്, മിനറൽ ഡെപ്പോസിറ്റ്സ് ഇൻ ദ എർത്ത് ആർ ലിമിറ്റഡ്. ദേ ഷുഡ് യൂസ് ഇറ്റ് കെയർഫുള്ളി. അതായത് നമ്മുടെ ഭൂമിക്ക് അടിയിലുള്ള മിനറൽസ് ഒക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഷുഡ് യൂസ് ഇറ്റ് കെയർഫുള്ളി. വി ഷുഡ് യൂസ് ഇറ്റ് കെയർഫുള്ളി. These are the some petroleum products we are obtaining from petroleum. Okay, so this is the end of this chapter. We discussed about 3 types of rocks, which are they? Igneous rocks, sedimentary rocks and metamorphic rocks, then metals and petroleum products, etc. So study this lesson very well. Okay, bye dear children.